फोन சொன்னா கேளு வா 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 ஓடுறா பாய் பாய் வாடா பாய் வாடா பாய் வண்டி அது வந்துடுறா பாய் வாடா വാടാ பாய் മൂന്നാറിൽ ചിഹ്നം വിളിച്ച് കാറിന് മുന്നിൽ വീണ്ടും പടയപ്പ. കാറിനുള്ളിലുണ്ടായിരുന്ന വൈദികൻ അടക്കമുള്ളവർ ഇറങ്ങി ഓടി അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. മൂന്നാർ നല്ലതണ്ടി കല്ലാർ റോഡിൽ ഇറങ്ങി നിന്ന പടയപ്പയാണ് വാഹനങ്ങൾക്ക് നേരെയും ആളുകൾക്ക് നേരെയും പാഞ്ഞെടുത്തത്. ഫോൺ சொன்னா கேளு வா 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 ஓடுறா பாய் பாய் வாடா பாய் வாடா பாய் வண்டி அது வந்துடுறா பாய் வாடா வாடா பாய் வாடா ஏய் வா 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 இங்க வா இங்க வா இங்க வா 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 ஓடா வண்டியை எடுத்துறேன் அச்சா இதுல வண்டி கேறிக்கோ அச்சா அச்சா ஏய் இரு பாய் அது போயிரண்டா ஏய் അവൻ യാറിനെ അവനാട്ടിനെ. ഇക്കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. മൂന്നാറിൽ നിന്നും കല്ലാർ എസ്റ്റേറ്റിലേക്ക് പോവുകയായിരുന്ന 2 കാറുകളാണ് പടയപ്പ എന്ന കാട്ടുകൊമ്പൻ തടഞ്ഞത്. വാഹനങ്ങൾ കടന്നുപോകാൻ കഴിയാത്ത വിധത്തിൽ റോഡിന് നടുവിൽ നിലയുറപ്പിക്കുകയും ചെയ്തു. ഈ തക്കം നോക്കി 2 വാഹനങ്ങളിൽ നിന്നും ആളുകൾ പുറത്തിറങ്ങി ഓടുകയായിരുന്നു. അതേസമയം ആന വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഉടൻ തന്നെ എല്ലാവരും ജീവനും കൊണ്ട് ഓടുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മതപ്പാട് സമയത്തും പടയപ്പ വാഹനങ്ങൾക്ക് നേരെ ആക്രമണമൊക്കെ നടത്തിയിരുന്നു. പിന്നീട് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിരുന്നെങ്കിലും ആക്രമണത്തിന് മുതിർന്നില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പൊതുവെ ശാന്ത സ്വഭാവമുള്ള പടയപ്പയുടെ ഇപ്പോഴത്തെ സ്വഭാവ മാറ്റം ആശങ്ക വർദ്ധിപ്പിക്കുന്നു എന്നാണ് പരിസരവാസികളടക്കം പറയുന്നത്. അതേസമയം പടയപ്പ 2 വാഹനങ്ങൾക്ക് ചെറിയ തോതിൽ കേടുപാടുകളൊക്കെ വരുത്തിയിട്ടുണ്ട്. കോന്നിയിൽ നിന്നെത്തിയ വൈദികനും മറ്റ് 4 യുവാക്കളും 2 വാഹനങ്ങളിലായി കല്ലാറിൽ നിന്ന് മൂന്നാറിലേക്ക് വരുന്നതിനിടെയാണ് പടയപ്പയുടെ മുന്നിൽ ചെന്നുപെട്ടത്. ആന ഇവരെ ആക്രമിക്കാൻ ശ്രമിച്ചുവെങ്കിലും പിന്നീട് പിന്മാറി കാട്ടിലേക്ക് നീങ്ങി. അതായത് മൂന്നാറിലെത്തുന്നവർക്ക് പടയപ്പ ഒരു പേടി സ്വപ്നം തന്നെയാണ്. അതേസമയം പടയപ്പയും മറ്റ് കാട്ടാനകളൊക്കെ തന്നെ ഭക്ഷണം അന്വേഷിച്ചാണ് ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത്. ഇതിപ്പോൾ പതിവ് സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് ചോക്കനാട് എസ്റ്റേറ്റ് സ്വദേശി പുണ്യവേലിന്റെ പലചരക്ക് കടയായിരുന്നു പടയപ്പ ആക്രമിച്ചത്. അന്ന് കടയുടെ വാതിൽ തകർത്തകത്ത് കയറിയപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയതിനാൽ കൂടുതൽ നാശനഷ്ടമുണ്ടായില്ല. ഇതിനിടെ 20 ദിവസത്തോളമായി പടയപ്പയെ കാണാനില്ല എന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അതായത് തോട്ടം മേഖലയിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു പടയപ്പ. എന്നാൽ ദിവസങ്ങളായി പടയപ്പയെ കാണാനില്ല എന്നും നാട്ടുകാർ തന്നെ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും പടയപ്പയുടെ സാന്നിധ്യം പ്രദേശവാസികൾ തിരിച്ചറിഞ്ഞത്. അതായത് ഭക്ഷ്യലഭ്യത കാട്ടിൽ കുറഞ്ഞതോടെയാണ് തീറ്റ തേടി പടയപ്പ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലും റോഡിലുമൊക്കെ എത്തിത്തുടങ്ങിയതെന്നാണ് നിലവിൽ നാട്ടുകാർ പറയുന്നത്. അതായത് പഞ്ചായത്ത് ആനയ്ക്ക് ഭക്ഷണം നൽകുന്നതൊക്കെ അവസാനിപ്പിക്കുകയും മാലിന്യ പ്ലാന്റിൽ കൂറ്റൻ ഗേറ്റ് സ്ഥാപിക്കുകയും ചെയ്തതോടെ പടയപ്പ അവിടേക്ക് വരാതെയായി. പിന്നീട് ഗ്രാംസ് ലാൻഡ് ഭാഗത്ത് പടയപ്പയെ കണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ അതിന് സ്ഥിരീകരണമൊന്നും ഉണ്ടായില്ല. എന്നാൽ മറ്റൊരു ആനയാകാമെന്ന വാദവും നിലനിൽക്കുകയാണ്. 20 ദിവസത്തോളം കാണാനില്ലെന്ന നാട്ടുകാരുടെ ആശങ്കയ്ക്ക് പിന്നാലെയായിരുന്നു വീണ്ടും പൂർവാധികം ശക്തിയോടെ തന്നെ പടയപ്പ വീണ്ടും എത്തുന്നത്. അതേസമയം നമുക്ക് തോന്നാം കാട്ടിൽ നിന്ന് എന്തിനാണ് ഈ ആനകളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്നൊക്കെ. അതായത് മനുഷ്യരെ ആക്രമിക്കാനാണോ കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്, അല്ലെങ്കിൽ കാടോരങ്ങളിലെ മനുഷ്യർ കാട്ടാനകളെ ശത്രുവായി തന്നെയാണോ കാണുന്നത് എന്നൊക്കെയാണ് ചോദ്യം വരുന്നത്. കാട്ടാനകൾ എന്തുകൊണ്ടാണ് ഇവിടെ കൊല്ലപ്പെടുന്നത്, അല്ലെങ്കിൽ കാട്ടാനകളുടെ ആക്രമണത്തിൽ മനുഷ്യർ കൊല്ലപ്പെടാനും കൃഷി നശിക്കാനും വീടുകൾ മറ്റും തകരാനും ഒക്കെ കാരണം എന്താണ് എന്നതും ചോദ്യമാവുകയാണ്. നമുക്ക് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഫോറസ്റ്റ് ഡിവിഷനിൽ ഗർഭിണിയായ ഒരു കാട്ടാന കൊല്ലപ്പെട്ട ഒരു സംഭവം. അതായത് പൈനാപ്പിളിൽ ഒളിപ്പിച്ചു വെച്ച ഒരു പടക്കം കടിച്ചാണ് ആ ആന ദാരുണമായി കൊല്ലപ്പെട്ടത്. വായും മുഖവും എല്ലാം തകർന്ന ആനയുടെ ദയനീയ അവസ്ഥ പുറത്തു വന്നതോടെ രാജ്യവ്യാപകമായി പ്രതികരണങ്ങൾ വരെ ഉണ്ടായി. വിവാദം മറ്റു പല വശങ്ങളിലേക്കും വഴിമാറിയെങ്കിലും കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്ന ആനകളും കാടിനോട് ചേർന്ന് ജീവിക്കുന്ന മനുഷ്യരും തമ്മിലുള്ള സംഘർഷത്തിന്റെ ആഴമാണ് അതിൽ നിന്നും വ്യക്തമാകുന്നത്. ആദ്യമായല്ല കേരളത്തിൽ ഇങ്ങനെ കാട്ടാനകളൊക്കെ പുറത്തേക്ക് വരുന്നതും കൊല്ലപ്പെടുന്നതും ഒക്കെ. ഇതുപോലെ വായ്ക്കുള്ളിൽ പടക്കം പൊട്ടിയും കാടിന് നടുവിൽ പോകുന്ന റോഡിൽ വാഹനങ്ങൾ ഇടിച്ചും ട്രെയിൻ ഇടിച്ചും വൈദ്യുതി കമ്പി പൊട്ടിയും വീണും നിരവധി ആനകൾ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഇല്ലാതാവുകയാണ്. ഇതൊന്നും നടന്നത് കാടുകളിലല്ല, കാടിന് പുറത്ത് തന്നെയാണ്. അതായത് കാടിറങ്ങുന്ന ആനകൾ തന്നെയാണ് ഇവിടെ കൊല്ലപ്പെടുന്നത്.
ആനകളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നത് അത്ര എളുപ്പമല്ല. എന്നാൽ ആനയ്ക്ക് മനുഷ്യന്മാരെക്കാളും ബുദ്ധിയുണ്ട്. ഭക്ഷണമില്ലായ്മയും ജലക്ഷാമവുമാണ് ആനകളെ നാട്ടിലേക്ക് ഇറക്കുന്നത്. ആനകൾ ഒരു സ്ഥിരവാസിയല്ല. വലിയ ശരീരത്തിന് ആവശ്യമായ ആഹാരവും ശുദ്ധജലവും തേടിയൊക്കെയാണ് ഇവ മനുഷ്യർ സഞ്ചരിക്കുന്ന പാതകളിലും മനുഷ്യരുടെ വീടുകളിലുമൊക്കെ എത്തിച്ചേരുന്നു എന്നതാണ് നിലവിൽ വസ്തുത. ഓരോ സൗകര്യങ്ങളും കാടിനും അതിലെ ജീവജാലങ്ങൾക്കും അസൗകര്യമാകുമ്പോൾ മനുഷ്യജീവന് ഭീഷണിയായി ഇവ നാട്ടിലേക്ക് ഇറങ്ങുമെന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.